ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സോഫ്റ്റ് പ്ലഷ് ഡോഗാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഗംഗ വെൽവെറ്റി യാണാണ്. ക്രോഷ്യ ഹുക്ക് സൈസ് 5 മില്ലിമീറ്റർ. ഇതിൻ്റെ സൈസ് വന്നിട്ട് സിറ്റിംഗ് പൊസിഷനിൽ 8 ഇഞ്ച് ഉണ്ട്, സ്റ്റാൻഡിങ് പൊസിഷനിൽ അറൗണ്ട് 10 ഇഞ്ച്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോസ് പാർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മുടെ ബേജ് കളർ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മാജിക് റിങ് ഇടാം. ചെയിൻ 1, ഇതിൻ്റെ ഉള്ളിലോട്ട് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4, 5, 6. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല, നേരെ നെക്സ്റ്റ് വണ്ണിലോട്ട് നമ്മുടെ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുന്നേ 6th സിംഗിൾ ക്രോഷ്യയിലോട്ട് നമുക്ക് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 2 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ നമുക്ക് 6 സ്റ്റിച്ചസിലും ചെയ്തെടുക്കണം. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം. ഈ റൗണ്ടിൽ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യസ് ഉണ്ട് കേട്ടോ. Seven and 8, 9 and 10. ഈ ലാസ്റ്റ് നമ്മുടെ 6th സ്റ്റിച്ച് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടതാണ്. ഇതിലോട്ടും 2 സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. അഗെയിൻ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ച് ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യസ് ഉണ്ട് കേട്ടോ. റൗണ്ട് 3 ഫുള്ള് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 4 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വൺ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് റൗണ്ട് 4 ഫുള്ള് ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് 2 റൗണ്ട്സ്, അതായത് റൗണ്ട് 5ഉം റൗണ്ട് 6ഉം ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും 24 സിംഗിൾ ക്രോഷ്യ ഉണ്ട്. അങ്ങനെ 2 മോർ റൗണ്ട്സ്, റൗണ്ട് 5ഉം റൗണ്ട് 6ഉം നമുക്ക് ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ 2 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. നമുക്ക് തൊട്ടവരുടെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് യാൺ കട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഡോഗിൻ്റെ നോസ് പാർട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കളർ യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് റൗണ്ട് 7 നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്യണം കേട്ടോ. കണക്ട് ചെയ്തു. ഫസ്റ്റ് 7 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, 5, 6, 7. ഇനി നെക്സ്റ്റ് 10 സ്റ്റിച്ചസ് ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ, അങ്ങനെ 10 സ്റ്റിച്ചസ് ഇൻക്രീസ് ചെയ്യണം. 1 കഴിഞ്ഞു. 2, next one 3, 1 and 2, fourth one 1 and 2, fifth one 1 and 2, and 2, sixth one 1 and 2, last 7th one 1 more increase. ലാസ്റ്റ് 7th one അല്ല 10 സ്റ്റിച്ചസിൽ ചെയ്യണം. 8th one 1 and 2, തെറ്റിപ്പോയതാ കേട്ടോ. 10 ടൈംസ് ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടത്. 9th one 1 and 2, 10th one 1 and 2. ഈ ബാക്കി 7 സ്റ്റിച്ചസ് ആണുള്ളത്. ഈ 7 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകണം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, സിംഗിൾ ക്രോഷ്യ 5, സിംഗിൾ ക്രോഷ്യ 6 and last one single crochet 7. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ജോയിൻ്റ് ചെയ്ത പാർട്ട് എടുത്ത് കാണിക്കില്ല, അല്ലെങ്കിൽ അത് മുകളിലോട്ട് വരും. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ഇനി ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ റൗണ്ട് 8ൽ ടോട്ടൽ 34 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഈ റൗണ്ട് ഇൻക്രീസ് ഒന്നുമില്ല, ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ഇവിടെ വരെ ഫുൾ ചെയ്തു പോവാം. ടോട്ടൽ 34 സിംഗിൾ ക്രോഷ്യേഴ്സ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി ടോട്ടൽ 34 സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്തെടുത്തു. ഈ നെക്സ്റ്റ് റൗണ്ട് 9 ആണ്. റൗണ്ട് 9 നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്തു പോകണം, അല്ലെങ്കിൽ തെറ്റിപ്പോട്ടോ. ഫസ്റ്റ് 8 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, single crochet 2, single crochet 3, single crochet 4, 5, 6, 7, 8. അപ്പോൾ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുത്തു. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 2. ഇനി നമുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു സ്റ്റിച്ച് 6 ടൈംസ് ചെയ്യണം. 1 കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1,
സിംഗിൾ ക്രോഷ്യ 2. ഇപ്പോൾ 2 ടൈംസ് കഴിഞ്ഞു. സിംഗിൾ ക്രോഷ്യ 1. നെക്സ്റ്റ് വൺ ഇൻക്രീസ്. 3 ടൈംസ് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. 4 ടൈംസ് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. 5 ടൈംസ് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. ഇപ്പോൾ ടോട്ടൽ 6 ടൈംസ് നമ്മൾ ചെയ്തെടുത്തു. ഈ നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1. നെക്സ്റ്റ് വണ്ണിൽ 1 മോർ സിംഗിൾ ക്രോഷ്യ. ഇനി ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1. സെയിം സ്പേസിൽ തന്നെ 1 മോർ. ഇനി ബാക്കി 8 സ്റ്റിച്ചസ് ആണുള്ളത്. അതിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. 1 കഴിഞ്ഞു. 2 3 4 5 6 7. ലാസ്റ്റ് ഈ സ്റ്റിച്ച് മാർക്കറിലോട്ടാണ് 8. ഈ ഒരു റൗണ്ട് ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് റൗണ്ട് 10 till 14 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല, മുകളിലോട്ട് ചെയ്തു പോവാണ്. ഈ ജോയിൻ ചെയ്ത റൗണ്ടിൽ മാത്രമേ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് റൗണ്ട് 10 till 14 വരെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും 42 സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൽ എന്തിലെത്തി? ടോട്ടൽ 10 to 14 റൗണ്ട്സ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഈ റൗണ്ട് 15 ചെയ്യാം. റൗണ്ട് 15 ഓൺവേർഡ്സ് ഡിക്രീസ് ആണ്. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. 1 2 3 4 and 5. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. സിംഗിൾ ക്രോഷ്യ ടുഗദർ. അഗെയിൻ നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1 2 3 4 5. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഇത് ടോട്ടൽ 6 ടൈംസ് ഉണ്ട് കേട്ടോ. 6 ടൈംസ് ചെയ്യുമ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ആവും. ഇപ്പോൾ 2 ടൈംസ് നമ്മൾ ഓൾറെഡി ചെയ്തു. ഈ ഒരു റൗണ്ട് ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 16 ചെയ്യാം. റൗണ്ട് 16 ചെയ്യാനായിട്ട് ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. 1 2 3 and 4. നെക്സ്റ്റ് വണ്ണിലൊരു ഡിക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ടോട്ടൽ 6 ടൈംസ് ഇതുപോലെ ചെയ്യണം. ഇപ്പോൾ 1 കഴിഞ്ഞു. അങ്ങനെ ടോട്ടൽ ഈ ഒരു റൗണ്ടിൽ 30 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2 സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. നമ്മളിത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിന് സേഫ്റ്റി ഐസ് വെച്ച് കൊടുക്കാം. ഈ റൗണ്ട് 6ൻ്റെയും 7ൻ്റെയും സെൻറ്ററിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒരു 5 ലൈൻസ് ഗ്യാപ്പ് ഇടാം. നമ്മൾ സേഫ്റ്റി ഐസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. റൗണ്ട് 18. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 2.
നെക്സ്റ്റ് വണ്ണിൽ ഡിക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമ്മളിത് നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ ഫുൾ ഫൈബർ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഫുൾ ടൈറ്റായിട്ട് ആവുന്നത് വരെ ഫുൾ ഇതുപോലെ നിറച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഫുള്ള് നിറച്ചു കൊടുത്തു. നല്ല ടൈറ്റായി കണ്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ട് 26 ടൈംസ് നമുക്ക് ഡിക്രീസ് ചെയ്യാം കേട്ടോ. അതോടുകൂടി ഹെഡ് പാർട്ട് ഫിനിഷായി. ഡിക്രീസ് മാത്രം ചെയ്താൽ മതി. വൺ മോർ ടൈം ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമുക്ക് യാൺ കട്ട് ചെയ്യാം കേട്ടോ. നമുക്കിത് ലാസ്റ്റ് സ്യൂ ചെയ്യാൻ കുറച്ച് വേണം. ഇപ്പം നമ്മുടെ ഡോഗിൻ്റെ ഹെഡ് പാർട്ട് ഫിനിഷായി. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബോഡി പാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ ഹാൻഡ്സും ലെഗ്സും ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഹാൻഡ്സ് ചെയ്യാം. ഹാൻഡ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഓഫ് വൈറ്റ് കളറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മാജിക് റിങ് ഇടാം. ഇതിലോട്ട് ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യ, 1, single crochet 2, single crochet 3, single crochet 4, 5 and 6. നെക്സ്റ്റ് റൗണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ചെയ്തു പോവാണ്. നെക്സ്റ്റ് റൗണ്ട് ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ ടോട്ടൽ 6 ടൈംസ് ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. ഇങ്ങനെ 2 മോർ ടൈംസ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിലും 1. ലാസ്റ്റ് വണ്ണിലോട്ട് ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഈ ഓഫ് വൈറ്റ് കളർ ചെയ്യാൻ മാറ്റി നമുക്ക് എഗെയിൻ നമ്മുടെ ബ്രൗൺ കളർ ചെയ്യാൻ കണക്ട് ചെയ്യാം.
ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ടാട്ടോ കണക്ട് ചെയ്യുന്ന ചെയിൻ 1. ഓരോ സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ഈ റൗണ്ട് ടോട്ടൽ 15 സിംഗിൾ ക്രോഷ്യ ഉണ്ട്. ഈ റൗണ്ട് ഇൻക്രീസ് ഇല്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് റൗണ്ട് 4 ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 5 ചെയ്യാം. റൗണ്ട് 5 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇങ്ങനെ ടോട്ടൽ 5 ടൈംസ് ചെയ്യണം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്തു. ഈ റൗണ്ട് ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് 6 ചെയ്യാൻ ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 1 2 3 ആൻഡ് 4. നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി ബാക്കി 4 സ്റ്റിച്ചസ് ആണുള്ളത്. അതിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. 3 ആൻഡ് 4. ഈ റൗണ്ട് ടോട്ടൽ 9 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് റൗണ്ട് 7 till 12 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. ഈ റൗണ്ട് ഡിക്രീസ് ഒന്നുമില്ല. അങ്ങനെ റൗണ്ട് 7 to 12 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഓരോ റൗണ്ടിലും 9 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് റൗണ്ട് 12 വരെ ഫിനിഷ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഫുള്ള് നിറച്ച് നല്ല ടൈറ്റായി കണ്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. 2 സൈഡും കൂടി ചേർത്ത് പിടിച്ച് 4 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആവും. 2 3 and last one more. ഞാൻ കട്ട് ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 1 more ഹാൻഡ് ചെയ്തെടുക്കാം. സെയിം തന്നെ 1 more ഹാൻഡ് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ 1 more ഹാൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ലെഗ്സ് ചെയ്യാം. ലെഗ്സ് ചെയ്യാനായിട്ട് അഗെയിൻ ഓഫ് വൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1 6 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാം. റൗണ്ട് 2 ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ നമുക്ക് 6 ടൈംസ് ചെയ്യാം. ഈ റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാം.
നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. സിംഗിൾ ക്രോഷ്യ 1 ചെയ്യുക, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 4 ചെയ്യാം. റൗണ്ട് 4 ചെയ്യാനായിട്ട് ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4 ആൻഡ് 5. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഇങ്ങനെ നമുക്ക് 2 മോർ ടൈംസ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം. ഈ റൗണ്ട് ടോട്ടൽ 21 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് വണ്ണിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് യാൺ കട്ട് ചെയ്യാം. നെക്സ്റ്റ് വണ്ണിൽ നമ്മൾ ഓഫ് ബ്രൗൺ യാൺ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് 5 ആൻഡ് 6 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഓരോ റൗണ്ടിലും ടോട്ടൽ 21 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട്. അങ്ങനെ റൗണ്ട് 5ഉം റൗണ്ട് 6ഉം ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് 5ഉം 6ഉം ചെയ്തെടുത്തു. നെക്സ്റ്റ് റൗണ്ട് 7. റൗണ്ട് 7 ഡിക്രീസ് ആണ്. 6 ടൈംസ് നമുക്ക് ഡിക്രീസ് ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ടുഗദർ 1, അങ്ങനെ 6 ടൈംസ് ചെയ്യണം കേട്ടോ. 2, 3, 4, 5, 6 ടൈംസ് നമ്മൾ ഡിക്രീസ് ചെയ്തു. ഈ ബാലൻസ് 9 സ്റ്റിച്ചസ് ആണുള്ളത്. ആ 9 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. Six, 7, 8, ലാസ്റ്റ് വൺ 9. ഈ റൗണ്ട് ടോട്ടൽ 15 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് 8 ചെയ്യാം. റൗണ്ട് 8 ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ടുഗദർ 1, സിംഗിൾ ക്രോഷ്യ ടുഗദർ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ ടുഗദർ 3. ഇനി ബാലൻസ് 9 സ്റ്റിച്ചസ് ആണുള്ളത്. ആ 9 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോകാം. Six, 7, 8, 9. ഇനി നമുക്ക് റൗണ്ട് 9 till 14 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും 12 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് റൗണ്ട് 9 till 14 വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. ടോട്ടൽ റൗണ്ട് 9 till 14 ചെയ്തു. ഫൈബർ ഫില്ലിങ്ങും നിറച്ചു കൊടുത്തു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. സിംഗിൾ ക്രോഷ്യേഴ്സ് ടുഗദർ പിടിച്ചിട്ട് ചെയ്യാം. 4 ടൈംസ് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആയിക്കോളും. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 1 മോർ ലെഗ് ചെയ്തെടുക്കാം കേട്ടോ. സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. 1 മോർ ലെഗ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.